ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രഭാത ഭക്ഷണം എന്താണെന്ന് നോക്കാം. ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ടേബിളിലെ പുട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ഓട്സും റവയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പുട്ട്. ഇത് എല്ലാ അസുഖക്കാർക്കും ഉപയോഗിക്കാവുന്ന ഫൈബറുള്ള ഒരു പുട്ട്. അത് കഴിഞ്ഞ് ഇത് അരിയുടെ പുട്ട്. രാവിലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. സ്റ്റീമിൻ്റെ ആവശ്യമുള്ളത് ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആവശ്യത്തിന് അരിപ്പൊടി എടുക്കുക, സ്വല്പം ഉപ്പിടുക, ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ സോക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്താൽ നമുക്ക് എളുപ്പത്തിൽ അരിപ്പൊടി ഉണ്ടാക്കാം. ഇതിന് പഴമോ അതുപോലെ ഈ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സറും കൂടെ ചേർത്ത് കഴിക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ പഞ്ചസാര, നെയ്യ്, ഇതെല്ലാം ഈ പുട്ടിന് വേണ്ടവർക്ക് ഉപയോഗിക്കാം. ഇത് ഫൈബറുണ്ട്. ഈ റവയുടെയും ഓട്സിൻ്റെയും പുട്ടാണെങ്കിൽ ഷുഗർകാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം. യാതൊരു വിധമായ കുഴപ്പമില്ല. അങ്ങനെ നല്ലൊരു പ്രഭാത ഭക്ഷണം തയ്യാറാക്കി 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസായി കാണുന്നത്. പഴം കൂട്ടി വേണ്ടവർക്ക് കഴിക്കാം. നല്ലൊരു പ്രഭാത ഭക്ഷണമാണ്. ജപച്ച വാ കഴിക്കാം. ഇത് പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കിയത്. നല്ലൊരു പ്രഭാത ഭക്ഷണം. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് എല്ലാവരും കഴിക്കുക. എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കഴിച്ചോ ജബോച്ചാ?